പണ്ട് നമ്മുടെ വീട്ടിൽ ചിക്കനൊന്നും വാങ്ങാറില്ല. വാങ്ങാത്തതിൻ്റെ കാരണമൊന്നും എനിക്കറിയില്ല. ബീഫ് വാങ്ങും. അത് വെട്ടണേൻ്റെ തലേന്ന് എന്നെ സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വരുന്ന മുത്തശ്ശനോട് എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ വിളിച്ച് പറയും, നായരെ നാളെ നല്ല പോത്തിനെ വെട്ടുണ്ടോ വേണോന്ന്, എല്ലില്ലാത്തത് കുറച്ച് എടുത്തു വെച്ചടോ എന്ന് പറയണ കേൾക്കാം. പിറ്റേന്ന് കാലത്ത് മുത്തശ്ശൻ പോകുമ്പോൾ മുത്തശ്ശൻ്റെ കൂടെ, അതല്ലെങ്കിൽ അങ്ങനെയാണ്, മുത്തശ്ശൻ എവിടേക്കെങ്കിലും ചെരുപ്പിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ മുത്തശ്ശനേക്കാൾ മുന്നേ ഞാൻ പഠിക്കലുണ്ടാവും. അത് ഇറച്ചി വാങ്ങാനാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വല്ലപ്പോഴല്ലേ ഇതൊക്കെ വാങ്ങുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ നല്ല തേക്കിൻ്റെ ഇലയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടാവും. അതും വാങ്ങിക്കൊണ്ടൊരു വരവാ. അതെൻ്റെ കയ്യിൽ തന്ന് ഇത് അമ്മയുടെ കയ്യിൽ കൊടുത്തോ എന്ന് പറയും. എന്നിട്ട് ഉമ്മറത്ത് നിന്നൊരു വിളിച്ചു പറയലുണ്ട്, സരോ ഇതങ്ങോട്ട് വറുത്തരച്ച് വെക്കുന്നു. എൻ്റെ അമ്മയുടെ മുഴുവൻ പേര് സരോജിനി എന്നാ. സ്നേഹം കൂടുമ്പോൾ മുത്തശ്ശൻ മോളെ വിളിക്കണതാ സരോന്ന്. അമ്മൂമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കില്ല, കാരണം അമ്മൂമ്മ ഇത് വെക്കുകയും കഴിക്കുകയൊന്നുമില്ല. വെക്കുകയും കഴിക്കില്ലെന്ന് മാത്രമല്ല, അമ്മൂമ്മയ്ക്ക് ഇതിൻ്റെ മണവും പറ്റില്ല. നമ്മളാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കറിയായി ദേ ഇതുപോലെ ചോറിൻ്റെ കൂടെ കിട്ടുന്നവരെ അവിടെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും, ആയില്ലേ ആയില്ലേ എന്നും ചോദിച്ചോണ്ട്. അപ്പം നമ്മൾ ഇന്നൊരു ബീഫിൻ്റെ കഥയും പറഞ്ഞ് ദേ ഒരു സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്.